യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ തന്നെയാണ് ലോകവും ദൈവവും. ദൈവത്തെ സ്നേഹിക്കുമ്പം ലോകത്തെ വെറുക്കേണ്ടി വരും. ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ വെറുക്കേണ്ടി വരും. ലോകത്തിൻ്റെ സ്വന്തമായി മാറുന്നവരെ ലോകം എപ്പോഴും സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ ലോകം അവരെ വെറുക്കുന്നു. ഈശോയെ അങ്ങനെ വെറുത്തു. ഈശോയെ കുരിശിൽ തറച്ച് അവർ കൊന്നു. നമ്മളെ ഇന്ന് ലോകം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തോട് ചേർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാവും. ഒരു തരിയെങ്കിലും ലോകത്തോട് മൈത്രി നമുക്കുണ്ടെങ്കിൽ ലോകം ചിലപ്പോൾ നമ്മളെ ദ്വേഷിച്ചെന്ന് വരില്ല. പരിപൂർണമായിട്ടും നമ്മൾ ദൈവത്തിൻ്റേത് ആയി മാറുമ്പോഴാണ് ലോകം നമ്മളെ ദ്വേഷിക്കുന്നത്. ലോകത്തിൻ്റെ സ്വന്തമാകാതെ ദൈവത്തിൻ്റെ മാത്രം സ്വന്തമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ലോകത്തിൻ്റെ സ്വന്തമായി ജീവിച്ചു പോയ നിമിഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അണുവിലും അങ്ങയുടെ സ്വന്തമായി മാത്രം ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.